السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും ബഹുമാന്യരായ രക്ഷിതാക്കളെ, കാരണവന്മാരെ, സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ ഒരു സദസ്സിൽ ഒരുമിച്ചിരിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. അള്ളാഹു തആല നമ്മിൽ നിന്നും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മുള്ളമ്പാറ ശാഖ അതല്ലെങ്കിൽ ഈ ഭാഗത്ത് ഞാൻ വ്യക്തിപരമായി സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ധാരാളം സുഹൃത്തുക്കളുള്ള ഒരു നാടാണ്. പക്ഷേ ഇന്നീ ഒരു വരവോടുകൂടിയാണ് ഈ സ്ഥലം എനിക്ക് കാണാൻ സാധിച്ചത്. ഏതായാലും നിങ്ങളെ കാണാനും നിങ്ങളെ കൂടെ ഇരിക്കാനും ഇങ്ങനെ സംസാരിക്കാനും ഒരു സാഹചര്യം ഉണ്ടായതിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ. സഹോദരങ്ങളെ, നമ്മുടെ ഈ ഒരു ഇശാ നമസ്കാരം നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ടായിരിക്കുമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യരായ നമ്മൾ നമ്മുടെ വ്യക്തിപരമായ ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നവരാണ്. എല്ലാ നിലക്കും വിജയത്തോടുകൂടി മുന്നേറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ ഇരുലോകത്തും, ഇഹലോകത്തും പരലോകത്തും നമ്മൾ വിജയിക്കണമെങ്കിൽ വ്യക്തിശുദ്ധി, വിശുദ്ധമായൊരു ജീവിതം നിർബന്ധമാണ് എന്നത് നമുക്കറിയാം. എന്നാൽ എങ്ങനെയാണ് ഓരോ വ്യക്തിയും വിശുദ്ധമാകുന്നത്? അത് നമ്മുടെ ഹൃദയവിശുദ്ധിയോടെയാണ്, നമ്മുടെ മനസ്സ് വിശുദ്ധമാകുന്നതിലൂടെയാണ് ഓരോ വ്യക്തിയും വിശുദ്ധമാകുന്നത് എന്നത് നമുക്കറിയാം. നമ്മുടെ ഈമാൻ ഖൽബിലാണ്, സലാമത്ത്, സമാധാനം ഹൃദയത്തിലാണ്. നമുക്ക് ആശ്വാസവും ആശങ്കയും ഉണ്ടാകുന്നത് ഹൃദയങ്ങളിലാണ്.
ഈമാനികമായ പ്രകാശവും ഭക്തിയും എല്ലാം യഥാർത്ഥത്തിൽ ഹൃദയത്തിലാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഹൃദയവിശുദ്ധിയുടെ പ്രതിഫലനം നമ്മുടെ കർമ്മത്തിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ പുറത്തു വരും എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഹൃദയത്തെ ബാധിക്കുന്ന തിന്മകൾ, ഇരുട്ടുകൾ നമ്മുടെ ഹൃദയങ്ങളെ അശുദ്ധമാക്കുമെന്ന കാര്യത്തിലും സഹോദരങ്ങളെ സംശയമില്ല. അങ്ങനെ ഹൃദയം ഇരുട്ടിലകപ്പെട്ടാൽ, മനസ്സ് മലിനമായാൽ സ്വാഭാവികമായും ആ മനസ്സിന് രോഗം ബാധിച്ചു എന്നാണ് നമ്മൾ പറയാ. നമ്മുടെ ശരീരത്തിലെ രോഗങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷേ മനസ്സിനെ അളക്കാനുള്ള അളവുകോൽ ലോകത്തില്ല. മനസ്സിന്റെ രോഗങ്ങൾ പുറത്തു കൊണ്ടുവരാനുള്ള അളവുകോലുകൾ ലോകത്തില്ല. അങ്ങനെ മലീമസമായ ഹൃദയങ്ങളുണ്ടെങ്കിൽ നമ്മൾ പറയാ അവന്റെ ഹൃദയം മരിച്ചുപോയി എന്നാണ്. അങ്ങനെ മരിച്ച നിശ്ചലമായ നിർവികാരത്തോടുകൂടിയുള്ള ഹൃദയങ്ങൾ പേറി നടക്കുന്ന എത്രയോ ആളുകൾ സഹോദരങ്ങളെ സമൂഹത്തിലുണ്ട്. എന്നാൽ ഇതിലൂടെയൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, ഹൃദയത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ രോഗം എന്ന് പറയുന്നത് സത്യനിഷേധവും കാപ്പട്യവും ഒക്കെയാണ്. ധാരാളം രോഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് സത്യനിഷേധവും കാപ്പട്യവുമാണ്. സൂറത്തു ബഖറയിലെ നമുക്കറിയാവുന്ന ആയത്താണല്ലോ, ഫീ ഖുലൂബിഹിം മറദ്, അവരുടെ ഹൃദയങ്ങളിൽ രോഗമാണ്. ഫസാദഹുമുല്ലാഹു മറളാ വലഹും അദാബുൻ അലീമും ബിമാ കാനൂ യക്സിബൂൻ. അവരുടെ പ്രവൃത്തി കൊണ്ട് ആ രോഗം അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിച്ചേരുമെന്നാണ്. അവർക്ക് ശിക്ഷയുണ്ട്. അവരുടെ നിഷേധം കാരണമായി, അവരുടെ കാപ്പട്യം കാരണമായി, അവരുടെ പ്രവർത്തനം കാരണമായി അവർക്ക് ശിക്ഷയുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ സൂറത്തു ബഖറയിലെ ആദ്യ ഭാഗങ്ങളിൽ സഹോദരങ്ങളെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. വിശ്വാസികൾ എന്ന നിലക്ക് ആ ഒരു നല്ല മനസ്സുണ്ടാകുമ്പോഴാണ് ഒരു നല്ല മനുഷ്യനായി തീരാൻ സാധിക്കുക. നല്ല മനസ്സോടുകൂടി, സമാധാനത്തോടുകൂടി, ആശ്വാസത്തോടുകൂടി ജീവിക്കുമ്പോഴാണ് ആ ജീവിതത്തിന് അർത്ഥമുണ്ടാവുക, ആ ജീവിതത്തിന് യഥാർത്ഥ ആനന്ദമുണ്ടാകുന്നത്. ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. സഹോദരങ്ങളെ, നമുക്കറിയാമല്ലോ ഖുർആൻ 3 മനസ്സുകളെ കുറിച്ച് പറയുന്നുണ്ട്. 3 മനസ്സുകളാണ്. ഒന്നാമത് വമാ ഉബർരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ. ഏറ്റവും മോശപ്പെട്ട മനസ്സായിട്ടാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഏറ്റവും ദുഷിച്ച മനസ്സ, തിന്മയിലേക്ക് കൊണ്ടെത്തിക്കുന്ന, തിന്മയിലേക്ക് നമ്മുടെ ഓരോ പ്രവൃത്തിയെയും കൊണ്ടെത്തിക്കുന്ന അമ്മാറത്തും ബിസ്സൂ, അങ്ങനെയുള്ള മനസ്സിന്റെ ഉടമകൾ ഉണ്ടാകും. മറ്റൊന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ് അന്നഫ്സുൽ ലവ്വാമ, ആക്ഷേപം നിറഞ്ഞ മനസ്സ്, നമ്മൾ സ്വയം ആക്ഷേപിക്കുന്ന, തെറ്റുപറ്റി എന്ന് പരസ്പരം നമ്മുടെ മനസ്സിനെ കുത്തി നോവിക്കുന്ന മനസ്സുണ്ട്. മൂന്നാമത്തത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന മനസ്സാണ്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ വിശുദ്ധമായ മനസ്സിന്റെ ഉടമകൾ. അങ്ങനെ മരണപ്പെടുന്നവരെ കുറിച്ച് പറയുന്നു സൂറത്തു ഫജ്റിൽ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ആ സ്വർഗത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന, സമാധാനമടഞ്ഞ ആശ്വാസത്തോടുകൂടി മരണപ്പെടാൻ സാധിക്കുന്ന മനസ്സിനെ കുറിച്ചാണ് സഹോദരങ്ങളെ ആ ആയത്തുകൾ പഠിപ്പിക്കുന്നത്. അവർക്ക് സ്വർഗമാണ് പ്രതിഫലം, അവർക്ക് സ്വർഗമാണ് പ്രതിഫലം എന്നാണ് അല്ലാഹു തആല ഈ ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കൂ, അതുകൊണ്ട് തന്നെ എത്ര പ്രസക്തമാണ് നമ്മൾ ഹൃദയത്തെ വിശുദ്ധമാക്കുക എന്ന് പറയുന്നതിന്.
നമ്മുടെ ശരീരം വിശുദ്ധമാക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി ശരീരത്തിന് രോഗം ബാധിച്ചാൽ നമുക്ക് ചികിത്സിക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ലോകം മാത്രമേ നഷ്ടപ്പെടുള്ളൂ. എന്നാൽ ഹൃദയങ്ങൾക്ക് രോഗം ബാധിച്ചാൽ ഇരു ലോകത്തും നമുക്ക് നഷ്ടമായിരിക്കും, നാശമായിരിക്കും. അതാണ് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. എന്താണ്? വനഫ്സിൻ വമാ സവ്വാഹ. നമുക്കറിയുന്ന സൂറത്തിലൂടെ അല്ലാഹു തആല പറയാണ്, ആകാശത്തെ സത്യപ്പെടുത്തിയതിന്റെ കൂടെ, ഭൂമിയെ സത്യപ്പെടുത്തിയതിന്റെ കൂടെ, ഖമറിനെ, ചന്ദ്രനെ സത്യപ്പെടുത്തിയതിന്റെ കൂടെ, സൂര്യനെ കുറിച്ച് പറയുന്നതിന്റെ കൂടെ അല്ലാഹു തആല പറയാണ് വനഫ്സിൻ വമാ സവ്വാഹ. നഫ്സിനെയും അതിനെ സംവിധാനിച്ച രീതിയെയും തന്നെയാണ് സത്യം. പ്രപഞ്ച സത്യങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഹൃദയത്തെയാണ്, മനസ്സിനെയാണ് അല്ലാഹു തആല സത്യപ്പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? അത്രയും പ്രാധാന്യം അതിനുണ്ട് എന്നതുകൊണ്ടാണ് സഹോദരങ്ങളെ. എന്നിട്ട് അല്ലാഹു തആല പറയാണ് ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ, ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. അതിന്റെ ദുഷ്ടതയും അതിന്റെ സൂക്ഷ്മതയെയും ആരാണോ ബോധനം നൽകുന്നത് ആ റബ്ബിനെ കുറിച്ചാണ്. ഹൃദയങ്ങൾ മോശമാകുന്നതും ഹൃദയങ്ങൾ ശരിയായ രൂപത്തിലാകുന്നതിനെ കുറിച്ചാണ് അല്ലാഹു തആല ഇവിടെ പറയുന്നത്. എന്നിട്ട് ആയത്തിൽ കാണാൻ പറ്റും ഖദ് അഫ്ലഹ മൻ സക്കാഹാ, ഖദ് അഫ്ലഹ മൻ സക്കാഹാ. അതിനെ പരിശുദ്ധമാക്കിയവൻ വിജയിച്ചിരിക്കുന്നു എന്നാണ്. അതിനെ പരിശുദ്ധമാക്കിയവൻ, ആ മനസ്സിനെ നേരെ ചൊവ്വേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയവൻ വിജയിച്ചിരിക്കുന്നു എന്നാണ് അല്ലാഹു തആല പറയുന്നത്. വിജയത്തിന്റെ ധാരാളം മാനദണ്ഡങ്ങൾ നമ്മൾ പറയാറുണ്ട്, പല മാനദണ്ഡങ്ങളും പറയാറുണ്ട്. എന്നാൽ മനസ്സിനെ നന്നാക്കിയവനാണ്, ഹൃദയത്തെ നന്നാക്കിയവനാണ് ഖദ് അഫ്ലഹ, വിജയിച്ചിരിക്കുന്നത് എന്ന് അല്ലാഹു തആല ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണ് വിജയിക്കാൻ പറ്റുക? മൻ ത്വഹറ നഫ്സഹു, അവന്റെ മനസ്സിനെ വിശുദ്ധമാക്കണം തിന്മകളിൽ നിന്ന്. തിന്മകളിൽ നിന്ന് നന്മകൾ മാത്രം ചിന്തിക്കുകയും അത്തരം പ്രവർത്തനങ്ങളിലൂടെ നന്മകൾ അണിയുകയും തിന്മകൾ ഒഴിവാക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ത്വഹാറത്തുൻ നഫ്സ്, ഹൃദയവിശുദ്ധി എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. എല്ലാവിധ തിന്മകളിൽ നിന്നും ഐബുകളിൽ നിന്നും അള്ളാഹുവിനെ അനുസരിക്കുന്നതിലൂടെ, അള്ളാഹുവിനെ അനുസരിക്കുന്നതിലൂടെ, ത്വാഅത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഹൃദയം വിശുദ്ധമാകുക എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു തആല പറയാണ് വഖദ് ഖാബ മൻ ദസ്സാഹാ, വഖദ് ഖാബ മൻ ദസ്സാഹാ. ആ ഹൃദയത്തെ ആര് മോശമാക്കിയോ കളങ്കപ്പെടുത്തിയോ അവൻ നശിച്ചിരിക്കുന്നു, നാശമടഞ്ഞിരിക്കുന്നു, അവൻ നിർഭാഗ്യവാനാണെന്നാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ സഹോദരങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ട് വിധം ഹൃദയമാണ്. അത് നന്മയാൽ നിറഞ്ഞു നിന്ന് പ്രകാശത്തോടെ മുന്നോട്ട് പോയി അങ്ങനെ വിജയിക്കുന്ന ഹൃദയമായിട്ടാണ് അല്ലാഹു തആല ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒന്ന്, ഹൃദയം വിശുദ്ധമാക്കാതെ പരാജിതനായി മാറുന്ന അത്തരം ഹൃദയമാണ്. നോക്കൂ, നിങ്ങൾ ഈ ആയത്തിൽ പറയുമ്പോ ഈ ഒരു പരാജയവും അപകടവും നമ്മൾ വിചാരിക്കും ആഖിറത്തിൽ മാത്രമല്ല, ദുനിയാവിലും പല രൂപത്തിൽ അപകടങ്ങളിലേക്ക് ദുഷിച്ച ഹൃദയങ്ങളുടെ ഉടമകൾ എത്തിച്ചേരുമെന്ന കാര്യത്തിൽ സംശയമില്ല. നോക്കൂ, ശിർക്കിൽ നിന്നും പരിപൂർണമായി മുക്തമാകണം, വിദ്അത്തുകളിൽ നിന്ന്, ഹറാമുകളിൽ നിന്ന് ഹൃദയം വിശുദ്ധമാകണം, അസൂയയിൽ നിന്ന്, പകയിൽ നിന്ന്, വിദ്വേഷത്തിൽ നിന്ന്, ഇങ്ങനെ എല്ലാ തിന്മയിൽ നിന്നും നമ്മുടെ ഹൃദയം വിശുദ്ധമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് വിജയിക്കാൻ സാധിക്കുക എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഖുർആനിന്റെ ആയത്തിന്റെ വിശദീകരണമായിട്ട്, ഒരാൾ ഒരു തിന്മ ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത ഒരു പാടുണ്ടാകുകയാണ്.
അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചാൽ, തൗബ ചെയ്തു മടങ്ങിയാൽ അവന്റെ ഹൃദയം വിശുദ്ധമാകും. അല്ലെങ്കിലോ ആ കറുത്തത് വലുതായി ഹൃദയം ഇരുണ്ടുപോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നോക്കൂ, നമ്മൾ പലപ്പോഴും സമൂഹത്തിൽ ഓരോ വാർത്തകൾ കേൾക്കുകയാണ്. ഇന്നലെയാണെന്നാ തോന്നുന്നത്, ഒരു ഉമ്മയെ മകൻ വെട്ടിക്കൊല്ലുകയാണ്. സത്യത്തിൽ ആ മകന്റെ മാനസികമായ വെല്ലുവിളികളും മറ്റു പ്രയാസങ്ങളും ഒക്കെ കേൾക്കുന്നു. പക്ഷേ ഇടയ്ക്ക് ഇത്തരം വാർത്തകൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ, ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കുകയാണ്, എങ്ങനെ ഇത് സാധിക്കുന്നു എന്നാണ്. ഒരു മനസ്സിന്റെ ഉടമക്ക്, മരിച്ചു പോകാത്ത വിശുദ്ധമായ ഒരു മനസ്സിന്റെ ഉടമക്ക് ഒരിക്കലും ഇത് സാധിക്കില്ലല്ലോ സഹോദരങ്ങളെ. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട്, മാതാപിതാക്കളോടുള്ള ബഹുമാനം, ആദരവ്, അതിന്റെ തോത് ഒരിക്കലും കുറഞ്ഞു പോകാൻ പാടില്ല. ഒരു കൊലപാതകത്തിലേക്കും ഇത്തരം അക്രമങ്ങളിലേക്കും എത്തുന്നത് എങ്ങനെയാണ്? അതിന്റെ തുടക്കം എവിടെയാണ്? എന്റെ മുമ്പിലിരിക്കുന്ന മക്കള് ചിന്തിക്കണം. നമ്മളൊന്ന് ശബ്ദം ഉയർത്തി സംസാരിക്കുമ്പോ, നമ്മളൊന്ന് കണ്ണുരുട്ടുമ്പോ ഉമ്മയുടെയും ഉപ്പയുടെയും നേരെ, നമ്മൾ കൈ ചൂണ്ടുമ്പോ ചെറിയ പ്രവൃത്തിയാണെന്ന് തോന്നും, പക്ഷേ നമ്മുടെ മനസ്സിൽ കറുത്ത പാടുണ്ടാകുന്നുണ്ട്. ആ തിന്മയുടെ ഒരു അംശം ഹൃദയത്തിൽ നിൽക്കുന്നു. ഇസ്തിഗ്ഫാർ ചെയ്തില്ലെങ്കിൽ അത് വലുതായി ഹൃദയം ഇരുണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു കൊലപാതകത്തിലേക്കും അക്രമത്തിലേക്കും ഈ ബഹുമാനമില്ലായ്മയിലേക്കും ആദരവ് നഷ്ടപ്പെടുന്നതിലേക്കും ഈ വലിയ വിപത്തിലേക്കും എത്താനുള്ള കാരണം തുടക്കം ഇത്തരം കാര്യങ്ങളാണെന്ന് സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ചെറുതാണെന്ന് തോന്നാം, ഒരിക്കലും ആ ചെറുതിനെ നമ്മൾ ഒരിക്കലും കണ്ണടക്കുകയല്ല, മറിച്ച് ഒരു തിന്മയും മാതാവിനും പിതാവിനും എത്രയാണ് നമ്മൾ കൊടുക്കേണ്ടതിന്റെ ബഹുമാനം എത്രയാണ്. ഉഫിൻ എന്നാണ് പറഞ്ഞത്. നിങ്ങൾ അവരോട് ചേ എന്ന വാക്ക് പോലും പറയരുത്. അവർ രണ്ടുപേരും പ്രായാധിക്യത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായാൽ, നിങ്ങൾക്ക് അവരെ പരിചരിക്കാൻ സാധിച്ചാൽ, അവരെ തലോടാൻ സാധിച്ചാൽ, അവരെ കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ സ്വർഗമാണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇനിയോ സഹോദരങ്ങളെ, ഇത്തരം മുറിവേൽപ്പിക്കൽ മാത്രമല്ലല്ലോ, ഹൃദയത്തിലുള്ള മുറിവേൽപ്പിക്കൽ ഇതിനേക്കാൾ അപകടമാണ്. എത്ര ഉമ്മമാരാണ് നീറി നീറി മനസ്സിൽ മുറിവുള്ളവരായി മുന്നോട്ടു പോകുന്നത്. മക്കളുടെ കാര്യം ആലോചിച്ച് എത്ര പിതാക്കളാണ് ഹൃദയം മുറിവേറ്റവരായി ഇരുണ്ട ഹൃദയത്തോടുകൂടി പ്രയാസപ്പെട്ട് മുന്നോട്ട് പോകുന്ന എത്രയാണ്. അവരുടെ വാക്കായിരിക്കാം, അവരുടെ പ്രവൃത്തിയായിരിക്കാം, അവരുടെ ഇത്തരം പ്രവർത്തനങ്ങൾ അവരെ വേദനിപ്പിക്കുന്നു എങ്കിൽ, മക്കളെ, വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, യുവാക്കളെ, നമ്മൾ ആലോചിക്കണം. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ ഒരിക്കലും ഇത്തരം അബദ്ധങ്ങളിലേക്ക്, അവരുടെ മനസ്സ് വേദനിക്കുന്ന അവസ്ഥയിലേക്ക്, അവർ ദുഃഖിക്കുന്ന അവസ്ഥയിലേക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഒരു പിതാവ്, അദ്ദേഹം വിദേശത്താണ് ജോലി ചെയ്യുന്നത്. ഒരു രൂപത്തിലും ഒരു ആശ്വാസമില്ലാത്തതിന്റെ പേരിൽ അദ്ദേഹം ലീവ് എടുത്തു വരേണ്ടി വരികയാണ്. ഒന്നുമില്ല, എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ. താൻ ചെലവിന് കൊടുക്കുന്ന, താൻ പോറ്റി വളർത്തുന്ന, തനിക്ക് പിറകെ തണലായി താങ്ങായി മാറേണ്ടവർ ഹൃദയത്തെ കുത്തി നോവിക്കുമ്പോൾ കടാര കൊണ്ട് ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്നതിനേക്കാൾ അപകടമാണ്, അബദ്ധമാണ്, വേദനയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം ലീവ് എടുത്ത് വരേണ്ടി വരുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ഇത്തരം അബദ്ധങ്ങൾ ഇല്ലാതിരിക്കാനുള്ള
വലിയ വിപത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിൽ ഓരോ കറുത്ത പാടുകൾ വരാതിരിക്കാനുമുള്ള ശ്രദ്ധയാണ് ഓരോ വിശ്വാസികളും ഉണ്ടാവേണ്ടത്. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ പ്രാർത്ഥന കാണാൻ പറ്റും. അല്ലാഹുവേ, എന്നെ ഖിയാമത്ത് നാളിൽ അപമാനിക്കല്ലേ എന്നതാണ് പ്രാർത്ഥന. ഖുർആനിൽ നമുക്ക് ആ ഒരു പ്രാർത്ഥന ഇങ്ങനെ വായിക്കാൻ പറ്റും. വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ. അല്ലാഹുവേ, ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ എന്നെ അപമാനിക്കല്ല എന്നാണ്. നമുക്ക് പുറത്ത് എല്ലാം കാണിക്കാൻ പറ്റും, എല്ലാ രൂപത്തിൽ അഭിനയിക്കാൻ പറ്റും. പക്ഷേ സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിനകത്ത് എന്താണ്? ഒരാളോട് കൈ കൊടുത്ത് നമുക്ക് സംസാരിക്കാം, ചിരിക്കാം, സൗഹൃദം പങ്കിടാം. പക്ഷേ മനസ്സിനകത്ത് വിദ്വേഷമാണെങ്കിൽ, പകയാണെങ്കിൽ, അസൂയയാണെങ്കിൽ ആ ഹൃദയം കൊണ്ട് നമുക്ക് എന്ത് ലാഭമാണുള്ളത്? അല്ലാഹു ഹൃദയങ്ങൾക്കകത്തുള്ളത് ഖായിനത്തുൽ അയുനി വമാ തുഖ്ഫി സുദൂർ എന്നാണ് ഖുർആൻ പറയണത്. നമ്മുടെ ഹൃദയത്തിനകത്തുള്ളത് അറിയുന്നവനാണ് അലീമായ റബ്ബ്, ബസീറായ റബ്ബ്. നമ്മുടെ ഹൃദയത്തിനുള്ളത് അറിയുന്നവനാണ് റഖീബായ റബ്ബ്. എല്ലാം നിരീക്ഷിക്കുന്നു അല്ലാഹു തആല, എല്ലാം നിരീക്ഷിക്കുന്നു. നമ്മൾ പറയല്ലോ സാധാരണ, നമ്മൾ പറയുന്നത് റബ്ബ് കേൾക്കുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നത് അല്ലാഹു കാണുന്നുണ്ട്. നമ്മുടെ മനസ്സകത്തുള്ളത്, നമ്മൾ ചിന്തിക്കുന്ന കാര്യമെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല അറിയുന്നു എന്നത് പലപ്പോഴും സമൂഹം മറന്നുപോകാൻ. ആ മറവിയാണ് പലപ്പോഴും ഹൃദയത്തിലൂടെ തിന്മ ചെയ്യാൻ കാരണമായിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അങ്ങനെ ഹൃദയം തിന്മയിൽ അകപ്പെട്ട് പരലോകത്ത് അപമാനിതരായി ആകുന്നതിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കാണ്. എന്നിട്ട് ആയത്തിൽ കാണാൻ പറ്റും, നോക്കൂ, യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നമ്മൾ നമ്മുടെ മനസ്സിൽ ചേർത്ത് പിടിക്കേണ്ട ആയത്താണ് സഹോദരങ്ങളെ, വിശ്വാസികളെ. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് എന്തിനാണ്? കുത്തി നോവിക്കുന്നത് എന്തിനാണ്? അസൂയയും പകയും ഉണ്ടാകുന്നത് എന്തിനാണ്? ഹൃദയത്തിന് രോഗം ബാധിക്കുന്നത് എന്തിനാണ്? ദുനിയാവിന് വേണ്ടിയിട്ടാണ്. അല്ലാഹു തആല പറയാണ്, യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ. സമ്പത്തോ സന്താനങ്ങളോ ഉപകരിക്കാത്ത ദിവസം, നമ്മൾ സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്ത് നമുക്ക് ഉപകാരം ചെയ്യാത്ത ദിവസം. അതുപോലെ തന്നെയാണ് നമ്മുടെ മക്കളും. നമ്മുടെ ആഗ്രഹത്തോടു കൂടി നമ്മൾ മേന്മ പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ അനുഗ്രഹമായി കരുതുന്ന നമ്മുടെ മക്കൾ പോലും നമുക്ക് ഉപകരിക്കാത്ത ഒരു ദിനം വരാനുണ്ട്. ആ ദിവസത്തിൽ നമുക്ക് ഉപകരിക്കുന്നത് എന്താണ്? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ ഹൃദയത്തോടുകൂടി, സുരക്ഷിതമായ ഹൃദയത്തോടുകൂടി കണ്ണടക്കാൻ പറ്റിയാൽ, ഒരു സമാധാനമുള്ള ഹൃദയത്തോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിച്ചാൽ അതു മതി എന്നാണ്. അവന് വലിയ സ്വത്തുണ്ടാവണമെന്നില്ല, പ്രൗഢിയും പത്രാസും ഉണ്ടാവണമെന്നില്ല, വലിയ കുടുംബത്തിലാവണമെന്നില്ല, അവന്റെ പിന്നിൽ ആളുണ്ടാവണമെന്നില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സുരക്ഷിതമായ, സലീമായ, ഒരു സമ്പന്നമായ ഹൃദയം എന്ന് പറയില്ല നമ്മള്. ആ സമ്പന്നമായ ഹൃദയത്തോടു കൂടി അള്ളാഹുവിന്റെ അടുക്കൽ റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിച്ചാൽ അതിനേക്കാൾ വലിയ ഭാഗ്യം വേറെന്താ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ? അതിനുള്ള പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത്. അത്തരം നല്ല ഹൃദയങ്ങളിൽ ഇരുണ്ടു പോകുന്ന അവസ്ഥയിൽ നിന്നും പരിപൂർണമായും നമ്മൾ മാറി നിൽക്കുന്നവരാണ്, നമ്മൾ അതിൽ ശ്രദ്ധ കൊടുക്കുന്നവരാണ്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അലാ വ ഇന്ന ഫിൽ ജസദി മുൽഗ. അലാ വ ഇന്ന ഫിൽ ജസദി മുൽഗ. ശരീരത്തിൽ ഒരു അവയവമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു. എത്ര പ്രാധാന്യങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരു ഹൃദയ വിശുദ്ധി, ഒരു നല്ല മനസ്സ് എന്ന് പറയുന്ന എത്ര പ്രാധാന്യമാണ്.
ശരീരത്തിലൊരു മുഖത്തുണ്ട്, ഒരു അവയവമുണ്ട്. അത് ശരിയായാൽ ശരീരം മുഴുവൻ ശരിയായി എന്നാണ്. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു. അത് കേടുവന്നാൽ, അത് ഫസാദായാൽ, അത് ദുഷിച്ചു പോയാൽ ശരീരം മുഴുവൻ ദുഷിച്ചു പോയി. അലാ വഹിയൽ ഖൽബ്, അലാ വഹിയൽ ഖൽബ്. അറിയണേ, അത് ഹൃദയമാണ്, അത് നമ്മുടെ മനസ്സാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖൽബ് എന്ന് പറഞ്ഞാൽ എന്താ? ഖൽബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണയായിട്ട് രാഷ്ട്രീയക്കാര് പ്രകടനം വിളിക്കാറ് ഇൻഖിലാബ് എന്നാ പറയും. ഇൻഖിലാബ്, ഇൻഖിലാബ് എന്ന് പറയാറുണ്ട്. മാറട്ടെ എന്നാ പറയണത്, മാറ്റിമറിക്കട്ടെ എന്നാണ് നമ്മൾ അതിലൂടെ പറയുന്നത്. അറബിയാണത്. ആ വാചകത്തിൽ നിന്നാണ് ഖൽബ് എന്ന് പറഞ്ഞത്. ഖല്ലബ യുഖല്ലിബ്, ഖൽബ് മാറി മറിയുന്നതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തിന്മയിലേക്ക് പോകാം, ദുഷിച്ച ചിന്തയിലേക്ക് പോകാം, ദുഷിച്ച പ്രവർത്തനത്തിലേക്ക് നമുക്ക് ഒരു മാർഗം കാണിക്കാം. എന്നാൽ അതിൽ നിന്നും പരിപൂർണമായി സുരക്ഷിതമായ ഹൃദയത്തെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നോക്കൂ, അനസ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ടല്ലോ, നമ്മൾ ഭയപ്പെടേണ്ടത് എന്തിനാണ്? പ്രവാചകൻ പറഞ്ഞു, ഹൃദയത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ഇന്നൽ ഖുലൂബ ബൈന ഇസ്ബഅൈനി മിൻ അസാബിഇല്ലാ. അല്ലാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് നിങ്ങളുടെ ഹൃദയം എന്ന് പറയുന്നത്. ആ ഹൃദയത്തെ യുഖല്ലിബുഹാ കൈഫ ശാഅ. അല്ലാഹു ഉദ്ദേശിച്ചതുപോലെ അതിനെ മാറ്റിമറിക്കും. അതുകൊണ്ട് നിങ്ങൾ ഹൃദയവിശുദ്ധുള്ള ആളുകളായിരിക്കണം. ഹൃദയം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനസ് റളിയല്ലാഹുവിനോട് നമ്മൾ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പലപ്പോഴും നമ്മൾ ഒരു വലിയൊരു പ്രൗഢിയും മറ്റു രൂപത്തിലുള്ള കോലങ്ങളെല്ലാം കെട്ടുമ്പോ നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസാണല്ലോ, ഇന്നല്ലാഹ തആല ലാ യൻദുറു ഇലാ സുവരിക്കും വഅംവാലിക്കും. അല്ലാഹു തആല നിങ്ങളുടെ രൂപത്തിലേക്കോ സമ്പത്തിലേക്കോ അല്ല അല്ലാഹു നോക്കുന്നത്. വലാകിൻ ഇന്നമാ യൻദുറു ഇലാ ഖുലൂബിക്കും വഅമാലിക്കും. അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ പ്രവർത്തനത്തിലേക്കും ഹൃദയത്തിലേക്കുമാണ് അല്ലാഹു തആല നോക്കുന്നത് എന്നാണ്. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ ഹദീസിന്റെ വിശദീകരണമായിട്ട് ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വാചകം കാണാൻ പറ്റും, റുബ്ബ അമലിൻ സഗീരിൻ തുക്സറു അന്നിയ. നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത്, നമ്മളെല്ലാവരും പറയും ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. നമുക്ക് മനപ്പാഠമാണ്, നമ്മൾ ശ്രദ്ധിക്കുന്നവരാണ്. എല്ലാ അമലുകളും നിയ്യത്ത് കൊണ്ടാണ്. ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി പറയാണ്, എത്ര ആളുകളാണ് ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ചെയ്ത് വലിയ പ്രതിഫലം നേടുന്നത് അവരുടെ മനസ്സിലെ നീയത്ത് കൊണ്ടാണ്. അവരുടെ മനസ്സിലെ നീയത്ത് കൊണ്ടാണ്. റുബ്ബ അമലിൻ കസീരിൻ, ധാരാളം നന്മകൾ ചെയ്യുന്നവരുണ്ട്, അവരുടെ നീയത്ത് കാരണം അവരുടെ നന്മകളുടെ പ്രതിഫലം കുറഞ്ഞു പോകുന്നു. അല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര ആളുകളാണ് അവർ ധാരാളം നന്മ ചെയ്യുന്നുണ്ട്, ആ നന്മകളുടെ പ്രതിഫലം പൂർണ്ണമായും അവർക്ക് ലഭിക്കുന്നില്ല എന്നാണ് ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഒരു പള്ളിയിൽ ഒരു ഇമാമിന് കീഴിൽ ഒരു നമസ്കാരം ഒരുമിച്ച് നമസ്കരിക്കുന്ന ആയിരങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം വെവ്വേറെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഇമാമിന് കീഴിലാണ്, ഒരു നമസ്കാരമാണ്, എല്ലാവരും നമസ്കരിച്ചത് 3 റക്അത്ത് മഗ്രിബാണ്, എല്ലാവരും നമസ്കരിച്ചത് ഒരുപോലെയാണ്. പക്ഷേ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം വ്യത്യസ്തമായിരിക്കുമെന്നത് എങ്ങനെയാ നിശ്ചയിക്കുന്നത്? അവരുടെ ഹൃദയമാണ്, അവരുടെ നീയത്താണ്. അവരുടെ ഹൃദയത്തിലുള്ള മനസ്സിലുള്ള ആഗ്രഹമനുസരിച്ച്, നീയത്തിന്റെ തോതനുസരിച്ച് കുറയും കൂടുമെന്നാണ് സഹോദരങ്ങളെ ഇതിലൂടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അതീവ ഗൗരവമാണത്. നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞല്ലോ, 10-1 പ്രതിഫലം കിട്ടുന്നവരുണ്ട്, 10-2 പ്രതിഫലം കിട്ടും. അതിന്റെ തോത് ഇങ്ങനെ കുറഞ്ഞും കൂടിയും നിൽക്കും. എങ്ങനെയാണ്?
നമ്മുടെ മനസ്സ് മാറുന്നതിനനുസരിച്ചാണ് ഇത്തരം മാറ്റങ്ങൾ എന്നത് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ചെറിയ കാര്യം ചെയ്യുമ്പോഴും അത് നമ്മുടെ മനസ്സിലെ നീയത്ത് അതൊരിക്കലും നമ്മൾ വിട്ടുപോകാൻ പാടില്ല. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സൂറത്തുൽ ഇഖ്ലാസിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു സഹാബി ഇമാമ് നിൽക്കുമ്പോ എല്ലാ നമസ്കാരത്തിലും ഫാത്തിഹ ഓതുന്നു, ഒരു സൂറത്ത് ഓതുന്നു, പിന്നെ അവസാനിക്കുന്നത് സൂറത്തുൽ ഇഖ്ലാസ് കൊണ്ടാണ്. സഹാബത്ത് പറഞ്ഞു, എന്താ എല്ലാ ദിവസവും ഒരു സൂറത്തുൽ ഇഖ്ലാസ്? എന്താണ് എല്ലാ ദിവസവും സൂറത്തുൽ ഇഖ്ലാസ്? നമ്മളെ കുട്ടികൾ പലപ്പോഴും പെട്ടെന്ന് നിസ്കരിക്കാൻ വേണ്ടി അറിയാതെ ഓതിപ്പോകുന്ന സൂറത്താണ് പലപ്പോഴും ഈ ചെറിയ സൂറത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചിട്ട് എന്താണ് സൂറത്തുൽ ഇഖ്ലാസ് ആവർത്തിച്ച് എല്ലാ ദിനവും നമസ്കാരങ്ങളിൽ ഇമാമ് നിൽക്കുമ്പോൾ ഓതാനുള്ള കാരണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അതിൽ അള്ളാഹുവിന്റെ നാമങ്ങളാണ്, അള്ളാഹുവിന്റെ ഗുണങ്ങളാണ്, അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ് പറയുന്നത്. ഇന്നി ഉഹിബ്ബുഹാ, എനിക്കത് ഇഷ്ടമാണ്, ആ സൂറത്ത് ഇഷ്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയെ കുറിച്ച് പറഞ്ഞത് ഹുബ്ബുഹു, അദ്ദേഹത്തിന്റെ ഇഷ്ടം അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ ഇഷ്ടം, സൂറത്തുൽ ഇഖ്ലാസിനോടുള്ള അദ്ദേഹത്തിന്റെ ഇഷ്ടം അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിന്റെ നീയത്ത്, അദ്ദേഹം മനസ്സിൽ ആ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നതിലൂടെ അദ്ദേഹം ആഗ്രഹിച്ച കാര്യം ആ മനസ്സിൽ ഉദ്ദേശിച്ചതിലൂടെ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചു എന്നാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ചെറിയ പ്രവർത്തനങ്ങളാകട്ടെ, അത് നമ്മുടെ വിശുദ്ധമായ ഹൃദയം കൊണ്ട്, നമ്മുടെ വലിയ നീയത്ത് കൊണ്ട് അതിന്റെ പ്രതിഫലം വർദ്ധിക്കുമെന്നാണ് സഹോദരങ്ങളെ ഇതിലൂടെയൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് ഹൃദയത്തിന് രോഗം വരുന്ന അല്ലെങ്കിൽ തെറ്റിപ്പോകുന്ന അവസ്ഥയിൽ നിന്നും നമ്മൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. അത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും നമുക്ക് മാറി ചിന്തിക്കാൻ സാധിക്കേണ്ടതുണ്ട്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് വിശുദ്ധമായ ഹൃദയത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക? അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വിശുദ്ധമായ വിശ്വാസമാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളാ വിജയിച്ചത്, ഈമാനുള്ളവരാണ് വിജയം. ഈമാൻ എവിടെയാണ്? ഹൃദയത്തിലാണ്. ഈമാനില്ലാതെ ഒരു പ്രവർത്തനവും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. ആ ഈമാൻ അത് അടിയുറച്ച് തൗഹീദോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അടിയുറച്ച ഇഖ്ലാസ് നമ്മൾ പറയല്ല, ആ തൗഹീദ് ഒരിക്കലും തെറ്റിപ്പോകാൻ പാടില്ല. അതിലൂടെ ഉണ്ടാകുന്ന തവക്കുൽ, വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹ്, ആ അല്ലാഹുവിൽ തവക്കുലാക്കി ഒരിക്കലും ശിർക്കിന്റെ ഒരു ഭാഗവുമില്ലാതെ മുന്നോട്ട് പോകുമ്പോഴാണ് ഹൃദയം നമുക്ക് വിശാലമാകാൻ, വിശുദ്ധമാകാൻ സാധിക്കുക. നോക്കൂ, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നമുക്ക് വേണം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, നമ്മളെപ്പോഴും കേൾക്കണം, നമുക്ക് മനപ്പാടുള്ള ആയത്തിന്റെ ഭാഗമാണ്. അള്ളാഹുവിനെ സ്മരിക്കുന്നതിലൂടെയാണ് നമ്മുടെ ഹൃദയത്തിന് സമാധാനം ഉണ്ടാവുക. നോക്കൂ, ഇന്ന് എല്ലാവരുടെയും പ്രശ്നം എന്താണ്? എല്ലാവരുടെയും പ്രശ്നം ഒരു സമാധാനക്കേടാണല്ലോ, ഒരു സ്വസ്ഥതയില്ല എന്നതാണ്. മനസ്സിലൊരു പേടിയും ബേജാറുമാണ്. പലപ്പോഴും ആ പേടിയും ബേജാറും ദുനിയാവിനെ കുറിച്ചാണ്, ആശങ്കകൾ ദുനിയാവിനെ കുറിച്ചാണ്. കൂടുതലും ആശങ്കകൾ അങ്ങനെയാണ് പലപ്പോഴും ആളുകളുടെ മനസ്സിൽ. എന്നാൽ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ സ്മരിക്കുന്നതിലൂടെ, നമ്മുടെ പ്രാർത്ഥനയിലൂടെ, ദിക്റുകളിലൂടെ നമ്മുടെ മനസ്സിന് സമാധാനമടയാൻ സാധിക്കുമെന്നാണ് സഹോദരങ്ങളെ അള്ളാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് പല പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമ്മുടെ മനസ്സ് തളർന്നു പോവാണ്, ഈമാൻ നഷ്ടപ്പെടാൻ. തൗഹീദുള്ളവർക്കും പലപ്പോഴും പ്രതിസന്ധികൾ അകപ്പെടുമ്പോ, അസുഖങ്ങൾ ഉണ്ടാകുമ്പോ, കഷ്ടതകൾ വരുമ്പോ, ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോ മനസ്സ് തെറ്റിപ്പോകാണ്. നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞല്ലോ, മാ അസാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാ. നമ്മുടെ മനസ്സിൽ, നമ്മുടെ ശരീരത്തിൽ ഒരു മുസീബത്ത് ബാധിക്കുന്നത്
അള്ളാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ ഒരിക്കലും ബാധിക്കുകയില്ല. വമൻ യുമിൻ ബില്ലാഹി യഹ്ദി ഖൽബ വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. ഒരു പ്രതിസന്ധിയും പ്രയാസം വരുമ്പോ ഇത് റബ്ബിൽ നിന്നാണ് എന്നതിലൂടെ ക്ഷമിക്കാൻ സാധിച്ചാൽ അവന്റെ ഹൃദയം നേരായ വഴിയിലായി, ഹിദായത്തിന്റെ വഴിയിലായി. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. അല്ലാഹു എല്ലാം അറിയുന്നവനാണെന്നാണ് സഹോദരങ്ങളെ അല്ലാഹു തആല ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഹൃദയവിശുദ്ധി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ ഈമാനികമായ ഒരു വിശുദ്ധി, തൗഹീദിലൂടെ ലഭിക്കുന്ന വിശുദ്ധി നമുക്ക് ഉണ്ടാവണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തൗഹീദില്ലാത്ത ആളുകളുടെ ബേജാർ എത്രയാണ്. എവിടേക്ക് നോക്കിയാലും എല്ലാം പേടിയാണ്. ഇതാര് ചെയ്തതാണ്, അതെങ്ങനെയാണ്, ഇതെങ്ങനെ സംഭവിക്കൂ, അതിന്റെ പിന്നിലാരാണ്, കയ്യിൽ കെട്ടും അരയിൽ കെട്ടും, ഇങ്ങനെ അവന്റെ പണവും അവന്റെ സമ്പത്തെല്ലാം മനസ്സിന്റെ അത്തരം ദുർചിന്തയിലൂടെ, തൗഹീദ് നഷ്ടപ്പെട്ടതിലൂടെ നഷ്ടപ്പെടുത്തി കളയുന്ന എത്രയോ ആളുകളുണ്ട്. അത് തൗഹീദുള്ളവർക്ക് ഒരിക്കലും അത്തരം അബദ്ധത്തിൽ ചെന്നെത്തുകയില്ല എന്നാണ് സഹോദരങ്ങളെ. അതുപോലെ തന്നെയാണ് പരിശുദ്ധ ഖുർആനുമായി നമുക്ക് ബന്ധപ്പെടാൻ സാധിക്കുക. കഴിഞ്ഞ വിജ്ഞാനവേദി ഖുർആനുമായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു കാരണമാണ്. ഖുർആന്റെ മുമ്പിൽ ഹൃദയങ്ങൾ തുറക്കാൻ നമുക്ക് സാധിച്ചാൽ ആ ഹൃദയം വിശുദ്ധമായി മാറുമെന്നാണ്. ആ രൂപത്തിൽ ഖുർആനുമായി നമുക്ക് ബന്ധപ്പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ അമൽ സ്വാലിഹാത്ത് ചെയ്യുമ്പോ സഹാബത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതി സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. വിശ്വാസികളെ കുറിച്ച് പറയാണ്, നന്മ ചെയ്യുമ്പോൾ പോലും അവരുടെ ഹൃദയം നടുങ്ങിയിട്ടാണ് അവര് നന്മ ചെയ്യുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചല്ലോ, അള്ളാഹുവിന്റെ റസൂലേ, പ്രവാചകരെ, എന്താ നന്മ ചെയ്യുമ്പോ, സ്വതക്ക കൊടുക്കുമ്പോ, കർമ്മങ്ങൾ ചെയ്യുമ്പോ ഹൃദയം പേടിക്കുന്നത് എന്തിനാണ്? അവര് വ്യഭിചരിച്ചത് കൊണ്ടാണോ, അവർ കളവ് നടത്തിയത് കൊണ്ടാണോ, അവർ അക്രമം ചെയ്തുകൊണ്ടാണോ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ യാ ഇബ്നത സുദ്ദീഖ്, അങ്ങനെയല്ല. എന്തുകൊണ്ടാണത്? അള്ളാഹു സ്വീകരിക്കില്ലേ എന്ന ഭയമാണ് ഹൃദയത്തിലുള്ളത്. അള്ളാഹു പ്രതിഫലം നൽകണമെന്ന പ്രതീക്ഷയാണ് അവന്റെ മനസ്സിലുള്ളത്. അങ്ങനെ അവൻക്ക് ഹൃദയം വിശാലമാകാൻ സാധിക്കുമെന്നാണ് യഥാർത്ഥത്തിൽ ആ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, അങ്ങനെ നമുക്ക് വിശുദ്ധമായ മനസ്സോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കണം. അതിന് നമുക്ക് പ്രാപ്തമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തൗബ എന്ന് പറയുന്നത്, ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. അസ്തഗ്ഫിറുല്ലാഹ്, മഗ്രിബ് നമസ്കാര ശേഷം നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞില്ലേ? ഏതു സമയത്തും വിശ്വാസിയുടെ കൂടെ ഉണ്ടല്ലോ ഇസ്തിഗ്ഫാർ. വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങണം. നമ്മളൊരു തിന്മ ചെയ്യുമ്പോ, അബദ്ധങ്ങൾ സംഭവിക്കുമ്പോ, അപാകതകൾ സംഭവിക്കുമ്പോ എന്താണ്? നമ്മുടെ മനസ്സിലാണ് ആ ഇരുട്ട് വരുന്നത്. ആ തിന്മയുടെ സ്വാധീനം നമ്മുടെ മനസ്സിലാണ് വരുന്നത്. ആ ഹൃദയം വിശുദ്ധമാകണമെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ പൊറുത്തു തരണേ എന്ന് നമുക്ക് പറയാൻ സാധിക്കേണ്ടതുണ്ട്. അല്ലാഹുവേ, ഞാൻ നിന്നേക്ക് തൗബ ചെയ്തു മടങ്ങുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ തൗബ ചെയ്തു മടങ്ങിയാൽ ഫയസ്തഗ്ഫിറൂനല്ലാഹ ഫയഗ്ഫിറു ലഹും, അല്ലാഹു തആല പുറത്തു കൊടുക്കും, അവന്റെ ഹൃദയം വിശുദ്ധമാക്കുമെന്നാണ് സഹോദരങ്ങളെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ്, നോക്കൂ നിങ്ങൾ, ഹൃദയത്തെ ബാധിക്കുന്ന ധാരാളം ആപത്തുകളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ആ ആപത്തുകളിൽ നിന്നും പരിപൂർണമായും നമുക്ക് ഹൃദയത്തെ വിശുദ്ധമാക്കാൻ സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, പ്രവാചകനോട് ചോദിച്ചു, ഖൈറുന്നാസ്, ഏറ്റവും നല്ല മനുഷ്യരാരാണ്, മനുഷ്യരിൽ ഏറ്റവും ഉത്തമരാരാണ്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദൂ അൽ ഖൽബൽ മഖ്മൂം വൽ ലിസാന സാദിഖ്, ഒരു സത്യസന്ധമായ നാവിന്റെ ഉടമകളാണ്. അതുപോലെ തന്നെ വിശുദ്ധമായ മനസ്സിന്റെ ഉടമകൾക്കാണ്
സമൂഹത്തിലെ ഏറ്റവും നല്ലവരെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ സഹാബത്ത് ചോദിക്കുക, യാ നബി അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് ലിസാനുൻ സ്വാദിഖ്, സത്യസന്ധമായ നാവ് എന്താണെന്ന് മനസ്സിലായി. ഫമാ അൽ മഖ്മൂമുൽ ഖൽബ്, എന്നാൽ അൽ ഖൽബുൽ മഖ്മൂം എന്താണ് പ്രവാചകരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ അത്തഖിയു അന്നഖിയു അല്ലദീ ലാ ഇസ്മ ഫീഹി വലാ ബഗ്യ വലാ ഹസദ്. അസൂയയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, പകയില്ലാത്ത, തിന്മകൾ സംഭവിക്കാത്ത വിശുദ്ധമായ തെളിഞ്ഞ മനസ്സിനെ കുറിച്ചാണ് അൽ ഖൽബുൽ മഖ്മൂം എന്ന് പറഞ്ഞത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദരങ്ങളെ പഠിപ്പിക്കുകയാണ്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ്, എന്താണ് അതിന്റെ ലക്ഷണം? അങ്ങനത്തെ ഹൃദയം ഉണ്ടെന്ന് പറയുന്നത് ലക്ഷണം എന്താണെന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറയാണ്, അവൻക്ക് ആഖിറത്തായിരിക്കും ഇഷ്ടം, പരലോക മോക്ഷമാണ് അവന്റെ ലക്ഷ്യം. അങ്ങനെ നന്മകൾ ചെയ്യുന്നവരാണ്, അങ്ങനെ നന്മയിൽ മുഴുകുന്നവരാണ് അത്തരം ഹൃദയത്തിന്റെ ഉടമകളെന്ന് സഹോദരങ്ങളെ, വിശ്വാസികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. മുഅ്മിനിന്റെ ഹൃദയത്തിന്റെ വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഫീ ഖുൽഖിഹി അൽ ഹസൻ, അവന്റെ സൽസ്വഭാവത്തിലാണ്, അവന്റെ സൽസ്വഭാവത്തിലാണ്. നമ്മൾ പുഞ്ചിരിച്ച ഒരു മുഖത്തോടുകൂടി കാണാം, പക്ഷെ നമ്മുടെ മനസ്സിൽ അവനോടുള്ള പകയാണെങ്കിൽ, വിദ്വേഷമാണെങ്കിൽ, ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുക? ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളുടെ മനസ്സിൽ വേണം. നോക്കൂ, വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ദിനമാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ നോമ്പെടുക്കുക, സുന്നത്ത് നോമ്പെടുക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അള്ളാഹുവിൽ പങ്കുചേർക്കാത്ത എല്ലാവരുടെയും കർമ്മങ്ങൾ അന്ന് സ്വീകരിക്കപ്പെടും. അള്ളാഹുവിൽ പങ്കുചേർക്കാത്ത എല്ലാവരുടെയും കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടും. രണ്ടാമത് പറയണത്, ഒരാളോടും പകയില്ലാത്ത, അവനും അവന്റെ സഹോദരനും തമ്മിൽ ഒരു ശഹന, ഒരു അകൽച്ചയുണ്ടെങ്കിൽ അവന്റെയും കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, വിശ്വാസം മാത്രമല്ല ഹൃദയവിശുദ്ധി, കർമ്മങ്ങളുമുണ്ട്. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് ഒന്നാമത്തേതെങ്കിൽ, ഇമാതത്തുൽ അദാ അനി ത്വരീഖ് എന്നാണ് അവസാനത്തേത്. വഴിയിൽ നിന്നും വല്ല ഉപദ്രവങ്ങൾ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യലാണ് ഈമാനിന്റെ അടയാളമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എത്രയോ ആളുകളുണ്ട്. പല ആളുകളും പിതാവിനോട് മിണ്ടാതെ നടക്കുന്നവരുണ്ട്, മാതാവിനോട് സംസാരിക്കാത്തവരുണ്ട്, അയൽവാസികളോട് തെറ്റി നിൽക്കുന്നവരുണ്ട്, സ്വന്തം ആദർശ ബന്ധുക്കളോട് പോലും ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ്, ഞാൻ അറിഞ്ഞില്ല, ഞാൻ കേട്ടില്ല, എന്നോട് പറഞ്ഞുകൂടായിരുന്നോ, ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഒരു അകൽച്ചയുണ്ടെങ്കിൽ ഹൃദയം തമ്മിൽ ചേർന്നിരിക്കണം എന്നല്ല നമ്മൾ പറയാ. നമ്മൾ സാധാരണ പറയാറ്, ഞങ്ങൾ രണ്ട് ശരീരമാണെങ്കിലും ഒരേ മനസ്സിന്റെ ഉടമകളാണ്. വിശ്വാസി സമൂഹം വ്യത്യസ്ത മനസ്സിന്റെ ശരീരത്തിന്റെ ഉടമയാണെങ്കിലും നമ്മുടെ ഖൽബ് ഒന്നാണ്, നമ്മുടെ ഹൃദയം ഒന്നായിരിക്കണമെന്നാണ്. സഹോദരങ്ങളെ, ആരോടും ഒരു അകൽച്ച വേണ്ട, ആരോടും മനസ്സിൽ ഒന്നും തോന്നേണ്ടതില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഒരു ചെറിയ തെറ്റുണ്ടായാൽ 3 ദിവസത്തിലധികം തെറ്റി നിൽക്കൽ ശരിയല്ല. അവരിൽ ഉത്തമർ ആദ്യം സലാം പറയുന്നവരാണ്. ആരാണ് തെറ്റിയത് എന്നല്ല, നമ്മളെന്താ പറയാ, എന്നോടല്ല അവന് നിക്കാഹ് പറയാത്തത്, എന്നോടല്ല അവന് വക്കാണത്തിന് വന്നത്, എന്റെ അടുത്ത് എന്ത് തെറ്റാണ്, ഞാനൊരു കാര്യത്തിന് പോയിട്ടില്ല എന്ന് പലപ്പോഴും പറയും. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ആദ്യം അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും എന്ന് ആദ്യം പറയുന്നവരാണ് ഉത്തമർ എന്ന്
ആ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കർമ്മങ്ങൾ റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്നത് തടയപ്പെടുന്ന കാര്യമാണ്. നമ്മളും മറ്റോരും തമ്മിൽ എന്തെങ്കിലും അകൽച്ചയോ എന്തെങ്കിലും പ്രയാസങ്ങളോ അതിൽ മാനസികമായ പൊരുത്തക്കേടില്ലായ്മ ഉണ്ടെങ്കിൽ അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അത്തരം അവസ്ഥ ഒരിക്കലും ഉണ്ടായിക്കൂടാ എന്നത് സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മളെല്ലാ ദിവസവും നമസ്കാരങ്ങൾക്ക് ശേഷം ഉറങ്ങാൻ കിടക്കുമ്പോ നമ്മൾ പറയുമല്ലോ, സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വദതൈനും പാരായണം ചെയ്യുന്നതാണ്. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയാലുവിന്റെ അസൂയയിൽ നിന്ന്, ഹസദിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനോട് രക്ഷ തേടണം. ഹസദ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തെ ബാധിക്കുന്ന രോഗമാണ്. നിങ്ങളുടെ കർമ്മങ്ങൾ നഷ്ടപ്പെടുത്തി കളയും. തീ വിറക് തിന്നത് പോലെ നിങ്ങളുടെ കർമ്മങ്ങൾ നഷ്ടപ്പെടുത്തി കളയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്തരം രൂപത്തിൽ ഒരു നല്ല മനസ്സോടുകൂടി ഏതെല്ലാം രൂപത്തിൽ അബദ്ധങ്ങളോ അപാകതയുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്ത് അത്തരം അകൽച്ചയില്ലാത്ത അവസ്ഥയാണ് സഹോദരങ്ങളെ വിശ്വാസികളായ നമുക്കുണ്ടായിരിക്കേണ്ടത് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവണമെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട കാര്യമാണ് ഒരു ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത്. പിശുക്കില്ലാതെ അള്ളാഹു നൽകിയ അൽഹംദുലില്ലാഹ് എന്ന ഒരു സർവ മനസ്സോടുകൂടി അത് സ്വീകരിക്കാനും അങ്ങനെ നമുക്ക് ഒരു വിശുദ്ധമായ മനസ്സോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, ഇന്നമൽ ഗിനാ ഗിനൻ നഫ്സ്. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവാചകൻ ഗിനൻ നഫ്സ് എന്നാണ്. എത്രയോ നമ്മളൊക്കെ പറയാറില്ലേ, എനിക്ക് വലിയ സമ്പത്തൊന്നുമില്ല, എന്റെ മക്കൾ ഇങ്ങനെ കോടികൾ സമ്പാദിച്ചു കൊണ്ടെന്ന് തരുന്നൊന്നുമില്ല. എന്റെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഒരു പേടിയും ബേജാറുമില്ല, അൽഹംദുലില്ലാഹ്. ഇന്ന് മരണപ്പെട്ട കടമില്ല, പലിശ വാങ്ങിയിട്ടില്ല, ഹറാമില്ല, ആരോടും വെക്കാണുമില്ല, വൈരാഗ്യമില്ല, ഒരു അസൂയ ഒന്നുമില്ല, എല്ലാം എന്റെ ബാധ്യതകൾ നിർവഹിച്ചിട്ട് അൽഹംദുലില്ലാഹ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക എന്നതാണ്. ആ രൂപത്തിൽ ഒരു മനസ്സിന്റെ ഗിനയാണ് നമുക്ക് വേണ്ടത്. വൽ ഫഖറു ഫഖറുൽ ഖൽബ്. ദാരിദ്ര്യം എന്ന് പറയുന്നത് മനസ്സിന്റെ ദാരിദ്ര്യം നമ്മുടെ തോന്നലുകളാണ്. ഇല്ലാത്ത പാട്ട് മാത്രം അതല്ല സഹോദരൻ. അള്ളാഹു നൽകിയതിൽ നമുക്കൊരു തൃപ്തി ഉണ്ടാവൂലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെന്താ നമസ്കാരത്തിന് ശേഷം പറയണത്? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത്. നമ്മൾ മനസ്സറിഞ്ഞിട്ടല്ലേ ഇത് പറയണത്? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത് വലാ മുഅതിയ ലിമാ. അള്ളാഹു നൽകിയത് തടയാൻ ഒരാൾക്കും സാധ്യമല്ല. അള്ളാഹു തആല തടഞ്ഞത് നൽകാനും ഒരാൾക്കും കഴിയില്ല എന്നാണ് നമ്മൾ നമസ്കാരങ്ങൾക്ക് ശേഷം പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പിശുക്കില്ലാത്ത ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നത് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുമെന്നതാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ അവസാനമായി നമ്മുടെ ചിന്തയിലേക്ക് വേണ്ടത്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പലപ്പോഴും ആളുകൾ ഈ മനസ്സിൽ ബേജാറും പേടിയും കൂടിയിട്ട് അസുഖം വരുന്നവരില്ലേ? കൊറോണ കാലത്ത് ഞാൻ മനസ്സിലാക്കുന്നു, പകുതി ആളുകൾ മരിച്ചത് രോഗം കൊണ്ടല്ല, ഭയപ്പാട് കൊണ്ടാണ്, പേടി കൊണ്ടാണ്. പടച്ചോനെ എന്താ ചെയ്യാ? അങ്ങനെ മനസ്സ് നമുക്ക് ശാന്തമാകാൻ, നമുക്ക് നമ്മുടെ ഹൃദയങ്ങൾ ശാന്തമാകാൻ അള്ളാഹുവിനോട് അടുക്കുക എന്നതാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നതാണ്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅാൻ. നമ്മളെപ്പോഴും പറയണം, നമുക്ക് ഒരു അടുപ്പുള്ള ഒരാളോട് സംസാരിച്ചാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും കുറേയൊക്കെ തീരും. ഒരു കൗൺസിലറുടെ അടുത്ത് പോയിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ പകുതി പ്രശ്നങ്ങൾ തീരും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹു പറയണു വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. നമ്മുടെ എല്ലാം അറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന, നമ്മുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന നമ്മുടെ സൃഷ്ടാവായ അള്ളാഹ്, ആ അള്ളയാണ് ഖരീബ്.
നമ്മുടെ മാതാപിതാക്കളല്ല, നമ്മുടെ മക്കളല്ല, നമ്മുടെ ഉറ്റ സുഹൃത്തല്ല, നമ്മുടെ ഏറ്റവും ഖരീബായിട്ടുള്ളത് അടുത്തത് അല്ലാഹുവാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ. ആ അല്ലാഹുവിനോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ റബ്ബ് പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുമെന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നത്. നമ്മുടെ മനസ്സ് നമ്മൾ തലയിൽ ഈ പ്രശ്നങ്ങളായിട്ട് ഏറ്റിനടക്കല്ല, അള്ളാഹിന്റെ മുമ്പിൽ നമ്മൾ ഇറക്കി വെക്കണം. അള്ളാഹുവിന്റെ മുമ്പിൽ ഇറക്കി വെക്കണം, റബ്ബിനോട് പ്രാർത്ഥിക്കണം. മനസ്സ് തെറ്റിപ്പോകാതിരിക്കാൻ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം. റബ്ബനാ ലാ തുസിഗ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഈ ലോകത്തെ ഏറ്റവും വലിയ വിപത്ത് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ നിന്നും സത്യവിശ്വാസത്തിൽ നിന്ന് ആളുകൾ തെറ്റിപ്പോവുക എന്നതാണ്. ഈ സമൂഹത്തെ, ഈ ഉമ്മത്തിനെ തിന്മയിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം നിരീശ്വര നിർമ്മതവാദികൾ നമ്മുടെ മക്കളുടെ, യുവാക്കളുടെ ഹൃദയം തെറ്റിക്കാൻ വേണ്ടി കഠിനമായി പ്രയത്നിക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ ഒരു സ്ഥാപനത്തിൽ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി വന്ന അവളുടെ ഇക്കാക്കയെ കണ്ടപ്പോ ഒരു കഴുത്തിൽ മാലൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചു, ഇങ്ങനൊക്കെ ആരാണത്? അപ്പോ ആ കുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപകൻ പറഞ്ഞു, ഈ ഉമ്മത്തിലെ അംഗമാണ്, ആ കുട്ടിയുടെ ബാക്കിയാണ്. നമസ്കാരമില്ല, ഇസ്ലാമികമായ കർമ്മങ്ങൾ അവരുടെ അടുത്തില്ല. അവനും അവന്റെ കൂടെയുള്ള കുടുംബത്തിലെ ആളുകളും ഇസ്ലാം ഒഴിവാക്കി എന്നാണ്. മനസ്സ് മാറിപ്പോയില്ലേ സഹോദരങ്ങളെ? വിശ്വാസം ഒഴിവാക്കുന്നു, നമ്മുടെ വിജയത്തിന്റെ കാരണമായ ഈമാൻ നഷ്ടപ്പെടുന്നു. നമ്മൾ കരുതിയിരിക്കണം. അതിന് കാരണമായിരുന്ന കുറെ കാര്യങ്ങളുണ്ട്. ആണും പെണ്ണും ഇത്തരം രൂപത്തിൽ തിന്മയിലേക്ക് പോകുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പെണ്ണിന്റെ കൂടെ ജീവിക്കണം എന്നാ പറയണത്. അങ്ങനെ ജീവിക്കുന്ന, അത് സമൂഹത്തിന് പ്രദർശിപ്പിക്കുന്ന, അത് കണ്ട് അത്തരം കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അത്തരം തിന്മകൾ ഉണ്ടാകുന്ന അവസ്ഥയിൽ നിന്നും നമ്മുടെ മക്കൾക്ക് വരുന്നതിൽ നമ്മൾ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണം. നമ്മൾ കുട്ടികളോടൊക്കെ ചോദിക്കും, മക്കളെ കല്യാണം കഴിക്കണ്ടേ? ഞങ്ങൾക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങള്. അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയാണ് ജീവിക്കുന്നത്. അത്തരം മനം മാറ്റത്തിലേക്ക് പോകാതിരിക്കാനുള്ള പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും നമ്മുടെ മക്കൾ നന്മകൾ കേൾക്കുമ്പോഴാണ് അത്തരം അവസ്ഥയിലേക്ക് പോകാതിരിക്കുക. ഈ വരുന്ന 26-ാം തീയതി എഴുതി മഞ്ചേരിയിൽ നമ്മുടെ കുട്ടികൾക്ക്, ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ദിവസത്തെ ഒരു സമ്മേളനം ഉണ്ട്. നമ്മുടെയൊക്കെ പ്രദേശത്ത് അത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടാകും. നമ്മൾ ശ്രദ്ധിക്കണം. അത് അത്തരം അന്ധവിശ്വാസങ്ങളിലേക്ക്, അതല്ലെങ്കിൽ അത്തരം നിരീശ്വരവാദത്തിലേക്ക് പോകാതിരിക്കാൻ ഹൃദയം പിടിച്ചു വെക്കണമെങ്കിൽ സഹോദരങ്ങളെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ റബ്ബേ, എന്റെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തണമേ. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, മനസ്സ് തട്ടി പ്രാർത്ഥിക്കണം. തിന്മയിലേക്ക് പോകാം, വിശ്വാസം നഷ്ടപ്പെടാം, പകയും ഉദ്ദേശം ഉണ്ടാവാം, അസൂയ വന്നുകൂടാം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് അലാ മില്ലതിക് എന്നുണ്ട്. ഹൃദയത്തെ മാറ്റിമറിക്കുന്ന റബ്ബേ, ഹൃദയത്തെ നന്മയിൽ ഈമാനോടുകൂടി ഉറപ്പിച്ചു നിർത്തണേ. ഈമാൻ യൻഖുസു വയസീദ്, കുറയും ചെയ്യും കൂടും ചെയ്യും. നമ്മളിങ്ങനെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ എല്ലാം നമ്മൾ കേട്ടതായിരിക്കാം, പക്ഷെ കേൾക്കുമ്പോൾ നമുക്കൊരു, അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ വേറെ ആളിൽ നിന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മാറ്റം ഉണ്ടാവും. നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു സ്വാധീനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സഹോദരങ്ങളെ സംശയമില്ല. അതുകൊണ്ടാണ് നമ്മൾ കേൾക്കാനിരിക്കുന്നത്. ധാരാളം കേൾക്കുന്നവരാണ്, ധാരാളം കേൾക്കാൻ അവസരമുള്ളവരാണ്. എന്നിട്ട് നമ്മൾ വന്നിരിക്കുന്നത് എന്താണ്? ഈ സദസ്സിന്റെ പ്രാധാന്യവും പ്രസക്തിയും നമ്മുടെ മനസ്സിൽ ഒരു സ്വാധീനം എന്തെങ്കിലും ഒന്നുണ്ടാകുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥനകളും ഇത്തരം കാര്യങ്ങളും സഹോദരങ്ങളെ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൽബൻ സലീമ. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തുണ്ടല്ലോ, അത്തല്ലാഹ ബിഖൽബിൻ സലീം,
സലീമായ മനസ്സോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നതാണ് വിജയത്തിന്റെ മാനദണ്ഡം. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൽബൻ സലീമാ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൽബൻ സലീമാ, സലീമായ ഹൃദയം നൽകണേ, സുരക്ഷിതമായ തഖ്വയുള്ള ഹൃദയം നൽകണേ എന്ന് സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം. ആ രൂപത്തിൽ ഒരു സുരക്ഷിതമായ സമാധാനത്തോടുള്ള ഹൃദയത്തോടു കൂടി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി എടുത്തു പറയണം. ഈ വിഷയം ഇവിടെ തിരഞ്ഞെടുക്കാനുള്ള കാരണമുണ്ട്. നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ റമളാൻ നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ മനസ്സിലേക്ക് ഒരു സന്തോഷമാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ ബല്ലിഗ്നാ ഇലാ ശഹ്രി റമളാൻ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, ആ റമളാനിലേക്ക് എത്തിച്ചേരാൻ ഭാഗ്യം നൽകണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ആഫിയത്തും ആരോഗ്യവും കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹുവിനോട്. കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ നമസ്കരിച്ചവർ, തറാവീഹ് നമസ്കരിച്ചവർ, നോമ്പ് തുറന്നവർ നമ്മുടെ ഉമ്മമാരായിരിക്കാം, നമ്മുടെ പിതാക്കളായിരിക്കാം, നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം, സഹപ്രവർത്തകരായിരിക്കാം, പള്ളിയിൽ കാല് ചേർത്ത് വെച്ച പലരും ഒന്നില്ലല്ലോ. അവർക്ക് റമളാൻ കിട്ടാൻ ഒരു സാധ്യതയില്ല. എന്നാൽ അൽഹംദുലില്ലാഹ്, നമ്മൾ ഒരു 5-8 ദിവസത്തിനുള്ളിൽ നമ്മൾ ആ റമളാനിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ആ റമളാനിലേക്ക് പ്രവേശിക്കുമ്പോൾ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, മുൻകാലക്കാർക്കുള്ള നോമ്പ് നിങ്ങൾക്കും നിർബന്ധമാക്കിയിരിക്കുന്നു, തഖ്വയുള്ളവരാകാൻ വേണ്ടി എന്നാണ്. തഖ്വയുള്ളവരാകാൻ വേണ്ടി. ആ തഖ്വയാണ് സഹോദരങ്ങളെ റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. നമ്മുടെ തുറന്ന മനസ്സോടുകൂടി നമുക്ക് ആ റമളാനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ വേറൊരാളോട് എന്തെങ്കിലും പകയോ വിദ്വേഷം ഉണ്ടെങ്കിൽ അങ്ങനെ മനസ്സോടുകൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ റമളാനിലെ നോമ്പ് നിഷ്ഫലമാണ്, സ്വീകരിക്കപ്പെടൂല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, റമളാനിന്റെ പകലുകളിൽ ആ ഒരു ശുദ്ധിയോടുകൂടി വിശുദ്ധമായി മുന്നോട്ട് പോകാൻ കഴിയുക മാത്രല്ല, നിങ്ങളുടെ പകലുകളിലുള്ള നിങ്ങൾ പ്രയാസപ്പെടുന്ന നിങ്ങളുടെ വിശപ്പും ദാഹവും നിങ്ങൾക്ക് ഉപകരിക്കുകയില്ല. രാത്രിയിലെ നിങ്ങളുടെ ഉറക്കമൊഴിക്കൽ നിങ്ങൾക്ക് ഉപകരിക്കുകയില്ല. ഈ ഒരു മനസ്സോടുകൂടിയല്ലാതെ നോമ്പെടുത്താൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ബന്ധങ്ങൾ ഖാത്തിഉ റഹ്മിനാൻ, കുടുംബബന്ധം വിച്ഛേദിച്ചുകൊണ്ട് മറ്റുള്ളവരുമായിട്ടുള്ള ആത്മബന്ധം നഷ്ടപ്പെടുത്തിയാണ് നമ്മൾ റമളാനിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ നമ്മുടെ റമളാനിലെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം. ആ ഒരു തുറന്നും ആരോടെങ്കിലും നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മാതാപിതാക്കളോട് മിണ്ടാത്ത മക്കളുണ്ട്, സുഹൃത്തുക്കളോട് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നവരുണ്ട്. അതെല്ലാം പറഞ്ഞുകൊണ്ട്, ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മൾ ഉംറക്ക് പോകുമ്പോ, ഹജ്ജിന് പോകുമ്പോ തീർക്കൂല, നമ്മള് പറഞ്ഞു തീർക്കൂല, നിങ്ങള് സമ്മതമായിക്കൂല. നമ്മള് അതിനേക്കാൾ ഗൗരവത്തിൽ ഈ പരിശുദ്ധ റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ചോദിക്കണം, നമ്മൾ ഏറ്റുപറയണം, നമ്മള് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു തരണം. നമ്മൾ ബന്ധങ്ങൾ ചേർത്ത് വെക്കണം. മിണ്ടാത്തവർ ചേർന്ന് നിൽക്കണം. അങ്ങനെയായിരിക്കണം സഹോദരങ്ങളെ നമ്മൾ റമളാനിലേക്ക് പ്രവേശിക്കേണ്ടത്. നമ്മളെല്ലാവരും പള്ളി വൃത്തിയാക്കുന്നുണ്ട്, വീടെല്ലാം ക്ലീൻ ചെയ്യുന്നു, നമ്മള് എല്ലാം കഷ്ടപ്പെടുകയാണ്. സ്ത്രീകളെല്ലാം നമ്മളൊക്കെ കൂടിക്കൊടുക്കും ഇതിനൊക്കെ. നോക്കൂ, എല്ലാം വിശുദ്ധമാണ്, എല്ലാം വിശുദ്ധമാക്കണം. അങ്ങനെ പരിശുദ്ധ റമളാനിലേക്ക് പ്രവേശിക്കണം. അതിന്റെ കൂട്ടത്തിൽ വീടിനേക്കാൾ, നമ്മൾ കഴുകുന്ന പാത്രങ്ങളെക്കാൾ, നമ്മുടെ പള്ളി വിശുദ്ധമാകുന്നതിനേക്കാൾ നമ്മുടെ ഹൃദയം വിശുദ്ധമായി വിശാല ഹൃദയത്തോടുകൂടി നല്ല മനസ്സോടുകൂടി പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, അസൂയയില്ലാത്ത അങ്ങനെ മനസ്സോടുകൂടി നമുക്ക് റമളാനിനെ വരവേൽക്കാൻ സാധിക്കണം സഹോദരങ്ങളെ.
എന്നാൽ മാത്രമേ പുണ്യങ്ങളുടെ പൂക്കാലമായ ധാരാളം പ്രതിഫലം കിട്ടാൻ സാധ്യതയുള്ള ധാരാളം നന്മയിൽ ചെയ്യാൻ അവസരമുള്ള ആ റമളാനിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ ഒരു മനസ്സോടുകൂടി നമ്മൾ ഈ റമളാനിലേക്ക് പ്രവേശിക്കാനുള്ള ശ്രദ്ധ വേണം. അങ്ങനെ റമളാനിലേക്ക് പ്രവേശിക്കുകയും ധാരാളം നന്മകൾ ചെയ്യാൻ അവസരം ലഭിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ, സജ്ജനങ്ങളിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമളാനിലേക്ക് എത്തിച്ചേരാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിൽ ആരോഗ്യത്തോടുകൂടി ആഫിയത്തോടുകൂടി കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് പോകുന്ന അപാകതകൾ, തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ കർമ്മങ്ങളും അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പല ആളുകളും രോഗികളാണ്. റമളാനിനെ മുന്നിൽ കാണുമ്പോൾ അവരുടെ മനസ്സ് വേദനിക്കുന്നുണ്ടാകും, പലതിനും സാധിക്കില്ലല്ലോ എന്നത്. അല്ലാഹു എല്ലാവരുടെയും അസുഖങ്ങൾ അല്ലാഹു പൂർണ്ണമായി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാറാരോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു തആല നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. സലീമായ മനസ്സോടുകൂടി ജീവിക്കാനും അള്ളാഹുവിനെ അങ്ങനെ കണ്ടുമുട്ടാനും ഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികളിൽ, സജ്ജനങ്ങളിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم دمر اعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.